ദൗത്യം നിറവേറ്റുക എന്ന ഏകദൗത്യവുമായി മണ്ണിൽ അവതരിച്ച ദൈവപുത്രൻ്റെ വിളിയുടെ ആഴങ്ങളിലേക്ക് ഉള്ള ഒരു വിളിയുടെ സ്വരമാണ് യേശയ്യാ പ്രവാചകൻ 61:1 നമ്മൾ ശ്രവിക്കുക. ഈശോ പതിവ് പോലെ താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു, വായിക്കുവാനായി എഴുന്നേറ്റ് നിന്നു. അപ്പോൾ യേശയ്യാ പ്രവാചകൻ 61:1 നൽകപ്പെട്ടു. ഇപ്രകാരം വായിച്ചു: ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഈസ് അപ്പോൺ മീ. കർത്താവിൻ്റെ അരൂപി എൻ്റെ മേലുണ്ട്. അന്ധർക്ക് കാഴ്ചയും ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. പുസ്തകമടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിന് ശേഷം അവിടുന്ന് ഇരുന്ന് അവരോട് ഈ വചനം പൂർത്തിയായിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു. പ്രിയപ്പെട്ടവരെ, സകല പ്രവാചകന്മാരുടെയും ഹൃദയങ്ങളിൽ ചെവികളിൽ മുഴങ്ങിക്കേട്ട ഒരു ശബ്ദമാണ്: കർത്താവിൻ്റെ അരൂപി നിന്റെ മേലുണ്ട്. വിക്കനാണെന്ന് പറഞ്ഞ് ഇസ്രായേൽ ജനതയെ മോചിപ്പിക്കുവാൻ ഉള്ള ദൗത്യത്തിൽ നിന്ന് പിന്മാറുവാൻ ശ്രമിച്ച മോസസിനോട് പുറപ്പാടിൻ്റെ പുസ്തകം 3:12 വ്യക്തമായിട്ട് ദൈവം സംസാരിച്ചു: മോസസ്, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. പേടിച്ച് വിറച്ച ഗിദെയോനെ സംബന്ധിച്ചിടത്തോളവും വലിയൊരു സൈന്യത്തെ അഭിമുഖീകരിക്കുവാൻ, യുദ്ധം ചെയ്യുവാൻ താൻ നിസ്സഹായനാണ് എന്നുള്ള ആ ഒരു ഭയത്തോടെ പേടിച്ച് വിറച്ചു നിന്ന ഗിദെയോനെ കർത്താവ് വിളിച്ച ഒരു സ്വരമുണ്ട്: ധീരനും ശക്തനുമായ മനുഷ്യ, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. പേടിച്ച് വിറച്ചു നിന്ന ഈ പ്രവാചകനെ വിളിച്ചത്: ധീരനും ശക്തനുമായ മനുഷ്യ, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ന്യായാധിപന്മാരുടെ പുസ്തകം 6:12 വ്യക്തമായിട്ട് ഈ ഭാഗം നമ്മൾ ശ്രവിക്കുന്നു. ബാലനാണ്, കഴിവ് കുറവ്, ശക്തിക്കുറവ് അനുഭവപ്പെട്ട ജെറമയാ കേട്ട ഒരു സ്വരമുണ്ടല്ലോ 1:8 ഇടിച്ചു തകർക്കാനും നട്ടു വളർത്താനും അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബാലനാണെന്ന് പറഞ്ഞ് വിലപിച്ച ഈ ജെറമയായോട് കർത്താവ് പറയുന്ന വാക്കെന്താ? ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. യേശയ്യാ പ്രവാചകൻ 43:1 ഇത് തന്നെ കാണാൻ കഴിയും: ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. പരിശുദ്ധ അമ്മയുടെ അടുക്കിലേക്ക് ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത്: നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് നിന്നോട് കൂടെ. മാതാവിനും ഈ ഒരു അവബോധം വചനത്തിലൂടെ, മാലാഖയുടെ സ്വരത്തിലൂടെ ശ്രവിച്ചു. ഫലം നമ്മൾ കണ്ടു. ലോകത്തിന് രക്ഷകനെ കിട്ടി. ലൂക്കായുടെ സുവിശേഷം 1:68 യോഹന്നാനെ കുറിച്ച് എന്താ ശ്രവിക്കുക? കർത്താവിൻ്റെ കരം ആ ശിശുവിൻ്റെ മേൽ ഉണ്ടായിരുന്നു. ഇന്നത്തെ വചനത്തിലൂടെ ലൂക്ക 4:18 നാം ശ്രവിച്ചു: ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഈസ് അപ്പോൺ മീ. കർത്താവിൻ്റെ അരൂപി എൻ്റെ മേലുണ്ട്. ക്രിസ്തുവിനും തൻ്റെ ദൗത്യ നിർവഹണത്തിന് ഈ ഒരു അവബോധം, കർത്താവിൻ്റെ അരൂപി എൻ്റെ മേലുണ്ട് എന്ന ആ ഒരു അവബോധം എന്തിനാ? ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആ ഒരു അവബോധം ക്രിസ്തുവിനും തൻ്റെ ദൗത്യ നിർവഹണത്തിന് ബലമേകി, ശക്തിയേകി. നമുക്കെന്താ ബലം? അതിൽ മത്തായിയുടെ സുവിശേഷം 28:18 നാം ശ്രവിക്കുന്നു: ലോകാവസാനം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ അരൂപി ലോകാവസാനം വരെ നമ്മളോടുകൂടെ ഉണ്ടായിരിക്കും. ഈ ഒരു അവബോധം നമുക്കും ബലമാണ്, ശക്തിയാണ്. ഈ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ വേണം ലൂക്കായുടെ സുവിശേഷം 10:25 നമ്മുടെ ശ്രദ്ധയെ ഒന്ന് തിരിച്ചുവിടാൻ. നീയും അറിയാവുന്നവനാ നിയമജ്ഞൻ. ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നിട്ടാണ് ഒരു ചോദ്യം ചോദിക്കുന്നത്: ഗുരു, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? നിഷ്കളങ്കതയോടെയുള്ള ഒരു ചോദ്യം എന്ന് തോന്നിപ്പോകും നിയമജ്ഞൻ്റെ ചോദ്യം. എങ്കിലും എല്ലാം അറിയാവുന്നവൻ അവനെ കൊണ്ട് തന്നെ ഉത്തരം പറയിപ്പിച്ചു: നിയമത്തിൽ എന്തെഴുതിയിരിക്കുന്നു? നിയമാവർത്തനം 6:4 നിയമജ്ഞൻ തന്നെ കാണാതെ പറഞ്ഞു: ഇസ്രായേലെ കേൾക്കുക, നിന്റെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്.
ആ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ നീ സ്നേഹിക്കണം. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിൻ്റെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ഇത് നിൻ്റെ മക്കളെ പഠിപ്പിക്കണം. യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഇവയെക്കുറിച്ച് നീ സംസാരിക്കണം. ഇത് നിൻ്റെ നെറ്റിത്തടത്തിൽ ഒരു പട്ടമായി അണിയണം. വീടിൻ്റെ കട്ടിലക്കാലിൽ കുത്തിക്കുറിക്കണം. സകല യഹൂദനും തൻ്റെ പിൻതലമുറയെ കാണാതെ പഠിപ്പിച്ച നിയമാവർത്തനം ഒരു യഹൂദനും മറക്കില്ല. അവൻ്റെ മനസ്സിലത് കോറിയിട്ടതാ. ഇത് തന്നെയാണ് നിയമത്തിനും പറഞ്ഞത്. ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന. തൻ്റെ അടിതെറ്റി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ചോദ്യം കൂടെ ചോദിച്ചു. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന ആ കൽപ്പനയുടെ വ്യാഖ്യാനം ക്രിസ്തുവിനോട് തന്നെ ചോദിച്ചു. ഒരു വിഡ്ഢി ചോദ്യം, ആരാണ് എൻ്റെ അയൽക്കാരൻ? ആ ചോദ്യത്തിനാണ് നല്ല സമറിയാക്കാരൻ്റെ ഉപമ ലോകത്തിന് പുതിയൊരു ഉൾക്കാഴ്ചയായി ക്രിസ്തു വിവരിച്ച് നൽകുക. ഉപമ നമുക്കും സുപരിചിതമാണ്. ജെറൂസലേമിൽ നിന്ന് ജെറീക്കോയിലേക്കുള്ള യാത്രാമധ്യേ വഴിയിൽ മുറിവേറ്റ് വീണവൻ, ആ മുറിവേറ്റ് വീണവൻ്റെ അടുക്കലൂടെ കടന്നുപോയ പുരോഹിതൻ, ലേവായൻ, ഇതാ കഴുതപ്പുറത്ത് വന്ന സമറിയാക്കാരൻ. മുറിവുകൾ വച്ചുകെട്ടി തൻ്റെ കഴുതപ്പുറത്തിരുത്തി അവനെ സത്രത്തിൽ എത്തിച്ചു. എന്നിട്ട് 2 ദനാറ എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ വീണ്ടും വരും. ഇതാരാണ് ഈ കഴുതപ്പുറത്ത് വന്നവൻ? ഇത് കർത്താവാ പറഞ്ഞിട്ടാണ് പോയത്, ഞാൻ വീണ്ടും വരും. ഈ നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ജെറൂസലേമും ജെറീക്കോയും ഒന്ന് പരിചയപ്പെടുന്നത് നല്ലതാ. ഒരു കുടുംബജീവിതക്കാരൻ്റെ ജെറൂസലേമും ജെറീക്കോയും എവിടെയാ? അവൻ്റെയൊക്കെ വീടിൻ്റെ മുൻപിലൊരു കല്ലുണ്ട്, നടക്കല്ലെന്ന് പണ്ട് പറയും. പിൻഭാഗത്തൊരു കല്ലുണ്ട്, അടുക്കളയുടെ ഭാഗത്ത്. ഈ 2 കല്ലുകൾക്കിടയിലാണ് ഒരു കുടുംബജീവിതക്കാരൻ്റെ ജെറൂസലേമും ജെറീക്കോയും. അതിൻ്റെ ഇടയിലുണ്ട് മുറിവേറ്റത്. മക്കൾക്ക് വേണ്ടി ജീവിതം മുഴുവൻ ബലിയായി തീർന്ന്, അമ്മയെന്ന 2 വാക്കിന് അർത്ഥം കൊടുക്കാൻ ജീവിതം മുഴുവൻ ബലിയായി കൊടുത്ത അമ്മ ഉണ്ടവിടെ. മുറിവേറ്റ് തളർന്ന് സുബോധവും ചിലപ്പോഴൊക്കെ നഷ്ടപ്പെട്ട് കാഴ്ച കുറഞ്ഞ് മക്കൾക്ക് വേണ്ടി ബലിയായി തീർന്ന അമ്മമാരുടെ സാന്നിധ്യം കുടുംബത്തിലില്ലേ? അപ്പന്മാരില്ലേ? അപ്പൻ എന്ന 2 വാക്കിന് അർത്ഥം കൊടുക്കാൻ ജീവിതം മുഴുവൻ ബലിയായി പാടത്തും പറമ്പിലും കച്ചവട സ്ഥലത്തും ഒക്കെ ബലിയായി തീർന്ന അപ്പനും പ്രായമായി മുറിവേറ്റു തളർന്നു. ആ അവസ്ഥയിൽ ഈ 2 കല്ലുകൾക്കിടയിൽ തളർന്നു കിടക്കുന്ന അപ്പൻ മുറിവേറ്റവനാ. അവൻ്റെയും അടുക്കലേക്ക് കുടുംബജീവിതക്കാരാ, നിന്റെ ബലിയും ബലിപീഠവും അവിടെയാ. ഒരു പുരോഹിതന്റെ ജെറൂസലേമും ജെറീക്കോയും എവിടെയാ? ഇടവകയുടെ ഒരു അതിർത്തി തുടങ്ങി മറ്റേ അതിർത്തി വരെ അവന്റെ ജെറൂസലേമും ജെറീക്കോയാ. ഇതിൻ്റെ ഇടയിലില്ലേ ആവശ്യത്തിന് ദൗത്യം? മുറിവേറ്റവര്, തകർന്നവര്, ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നവര് അവിടേക്ക് തിരിയണം. ഒരു ബിഷപ്പിന്റെ മെത്രാന്റെ ജെറൂസലേമും ജെറീക്കോയും രൂപതയുടെ ഒരു അതിർത്തി തുടങ്ങി മറ്റേ അറ്റം വരെ. ഫ്രാൻസിസ് അസീസിയുടെ ചൈതന്യം സ്വന്തമാക്കിക്കൊണ്ട് ഒരു പ്രവാചക ശബ്ദം പോലെ ലോകം കാത്തിരുന്ന മാർപ്പാപ്പായെ, ഫ്രാൻസിസ് മാർപ്പാപ്പായെ പ്രതീക്ഷയോടെ ലോകം ഉറ്റുനോക്കുക. പ്രാർത്ഥനയ്ക്ക് വേണ്ടി, ആത്മീയ ജീവിതത്തിന് വേണ്ടി മിണ്ടാമഠത്തിൻ്റെ പ്രത്യേകമായ മറയ്ക്കുള്ളിലേക്ക് മറഞ്ഞ 16-ാം ബെനഡിക്ട് മാർപ്പാപ്പ റിസൈൻ ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് 2 പ്രസംഗത്തിലും പറഞ്ഞൊരു വാക്കുണ്ട്, കാർമേഘ പടലങ്ങൾ. 14 കിലോമീറ്റർ നീളവും 8 കിലോമീറ്റർ വീതിയും 65 അടി താഴ്ചയുമുള്ള ഗലീലി തടാകത്തിലൂടെ ഗുരു ശിഷ്യരോടൊപ്പം യാത്ര ചെയ്തപ്പം കാറ്റടിച്ചു, കാർമേഘം പടർന്നു. ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു. പ്രപഞ്ചത്തിന് രൂപം കൊടുത്തവൻ അറിയാം, കാർമേഘങ്ങളെ സൃഷ്ടിച്ചവൻ അറിയാം, ജലത്തുള്ളിയെ സൃഷ്ടിച്ചവൻ അറിയാം ഒരു തുള്ളി ജലം ഉള്ളിൽ കടക്കില്ലെന്ന്. എങ്കിലും ഉറങ്ങിക്കിടന്ന ക്രിസ്തുവിനെ വിളിച്ചുണർത്തി, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു. പുതിയ മാർപ്പാപ്പയും പറഞ്ഞു, പ്രതീക്ഷയുള്ളവരായിരിക്കാം നമുക്ക്, പ്രത്യാശയുള്ളവരായിരിക്കാം നമുക്ക് എന്ന്. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ? മാർപ്പാപ്പായുടെ ജെറൂസലേമും ജെറീക്കോയും
ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ജെറൂസലേമും ജെറീക്കോയും ലോകത്തിന്റെ ഒരതിർത്തി തുടങ്ങി മറ്റേ അറ്റം വരെയാ. ഇല്ലേ മുറിവേറ്റത്? ഇല്ലേ തകർന്നത്? ഇല്ലേ പ്രതീക്ഷ നഷ്ടപ്പെട്ടത്? ദാരിദ്ര്യത്തിന്റെയും ഒക്കെ നൊമ്പരം അനുഭവിച്ച ലാറ്റിൻ അമേരിക്കയുടെ പശ്ചാത്തലത്തിൽ നിന്ന് വളർന്നു വന്ന മാർപ്പാപ്പായ്ക്ക് അറിയാം ലോകത്തിലെ മനുഷ്യന്റെ ഇന്നത്തെ മുഖം. ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം ജെറൂസലേം ജെറീക്കോയിൽ മുറിവേറ്റ് കിടക്കുന്നവന്റെ അടുക്കിലേക്ക് നമ്മൾ തിരിയാൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അവൻ വീണ്ടും വരും എന്നുള്ള പ്രതീക്ഷ, വീണ്ടും ഞാൻ വരും എന്നുള്ള ആ വാക്ക്, കഴുതപ്പുറത്ത് വന്നവൻ കർത്താവാണെങ്കിൽ ഈ ഉപമയിലെ ബലി നടന്നത് എവിടെയാ? തെരുവില. ബലി നടന്നത് തെരുവില. 2000 ആണ്ടിലെ പെസഹ വ്യാഴാഴ്ച 12 പേരുടെ പാദം കഴുകുവാൻ വേണ്ടി കണ്ണൂർ സെൻട്രൽ ജയിലിലെ ജീവൻ ഉത്തരവാദികളായ 12 മക്കളെ 2 നിരയായി ബെഞ്ചിൽ ഇരുത്തി ഓരോരുത്തരുടെയും പാദം കഴുകാൻ തുടങ്ങി. 12ാമത്തെ ആളിന്റെ അടുക്കൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇടയ്ക്കിരുന്ന് ഒരാൾ കരഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ 12 പേരും കൊടുത്ത റൊട്ടിക്കഷ്ണവും തോർത്തുമുണ്ട് ഒരണത്തുട്ടും കയ്യിൽ പിടിച്ച് ഇരുന്ന് കരയുന്ന രംഗം കണ്ടു. നസ്രായനായ യേശു തൻ്റെ ശിഷ്യന്മാരുടെ പാദം കഴുകിയ ചരിത്ര സംഭവത്തിന്റെ തുടർച്ചയെന്നോണം തടവറയിലെ മക്കളുടെ, അതും ജീവൻ ഉത്തരവാദികളായ 12 പേരുടെ പാദം കഴുകിയപ്പോൾ എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് പുതിയൊരു മാനവും മുഖവും കിട്ടിയതുപോലെ തോന്നി. കുറേ നേരം അവരുടെ അടുക്കൽ നിശബ്ദരായി ഞങ്ങൾ ഇരുന്നു. വൈകുന്നേരം പാല് കാച്ചി പെസഹ അപ്പം മുറിക്കാൻ അകത്ത് സൗകര്യമില്ലാത്തതുകൊണ്ട് അയൽപക്കത്തുള്ള പള്ളികളിലൂടെ വിളിച്ചു പറഞ്ഞു. സന്ധ്യമായപ്പോൾ 2000-ഓളം തടവറ മക്കൾക്കുള്ള അപ്പവുമായി അപ്പന്മാർ ജയിലിന്റെ വാതിൽക്കൽ എത്തി. തടവറ മക്കൾ തന്നെ അതിനുള്ളിലെ തേങ്ങായിട്ട് വലിയ ഒരു വാർപ്പ് നിറയെ പാല് കാച്ചി അപ്പമെടുത്തു. ഈ പാലിൽ മുക്കി ജാതിയും മതവും ചോദിക്കാതെ 2000 പേർക്കും എടുത്ത് മുറിച്ചു കൊടുത്തു. തൊട്ടടുത്ത ദിവസം ദുഃഖവെള്ളിയാണ് എൻ്റെ ജീവിതത്തിലെ ഒരു പുത്തൻ അനുഭവം സമ്മാനിച്ച ദുഃഖവെള്ളി. 14 തടിക്കമ്പി തടവറ മക്കൾ വെട്ടിക്കൊണ്ടുവന്ന് 14 സ്ഥലത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടു. 1-ാം സ്ഥലം ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെട്ടു. എവിടെയാ കുഴിച്ചിട്ടത്? കൊല്ലാനിട്ടിരുന്ന 12 പേരുടെ സെല്ലിനെ തൊട്ടടുത്ത് കൊണ്ടുപോയി 1-ാം സ്ഥലം. ഒരു വാക്കെനിക്ക് പറയാൻ കഴിഞ്ഞില്ല. എന്ത് പറയാനാ? വിധി കാത്ത്, മരണം കാത്ത് കഴിയുന്ന, കൊല്ലാൻ വിധിക്കപ്പെട്ട് കഴിയുന്ന സഹോദരങ്ങളുടെ പക്കൽ എന്ത് പറയാനാ? ഒന്നും പറഞ്ഞില്ല. 2-ാം സ്ഥലം, 3-ാം സ്ഥലം ഒരിടത്തും പ്രസംഗിക്കേണ്ടി വന്നില്ല. 12-ാം സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ഈശോയുടെ മരണത്തെക്കുറിച്ചുള്ള രംഗം, തടവറ മക്കളുടെ കൂടെ കുരിശിന്റെ വഴി നടത്തി ക്രിസ്തുവിന്റെ ആ മരണ സംഭവം വിവരിച്ച് കൊടുക്കേണ്ട സമയത്ത് ചിന്തിച്ചു. പണ്ട് കായേനും ആബേലും കൂടപ്പറപ്പിന്റെ നോടുള്ള അസൂയയെ പ്രതി കൂടപ്പറപ്പിനെ കൊന്നിട്ടു. അന്ന് ഒരു കായേന്റെ ജീവിതത്തിലെ നടന്ന ഒരു കൊലപാതകത്തിന്, ഒരു ബലിയുടെ നിരസിക്കലിന്, ഇതാ കാൽവരിയിൽ ക്രിസ്തുവിന്റെ കുരിശ് ഉയർത്തപ്പെട്ടപ്പോഴ് ക്രിസ്തുവിന്റെ ചോരയുടെ കൂടെ കൂടി ഒഴുകാനുള്ള ഭാഗ്യം കിട്ടിയത് ആർക്കാ? 2 കായന്മാരുടെ ചോരയ്ക്ക, 2 കുറ്റവാളികളുടെ ചോരയ്ക്ക. 2000 ആണ്ട് പിറക്കുന്ന ആ ഈസ്റ്ററിൽ തമ്പുരാൻ തന്ന ഒരു ഉൾക്കാഴ്ച. 21-ാം നൂറ്റാണ്ടിലെ പള്ളി നിന്റെ ബലിപീഠം വലിച്ചിറക്കണം. എവിടേക്ക്? കുറ്റവാളികളുടെ നടുവിലേക്ക്, മാനസിക രോഗികളുടെ കൂടാരങ്ങളിലേക്ക്, ശരീരം വിറ്റ് കഴിയുന്ന പെൺകുട്ടികളുടെ ഇടയിലേക്ക്, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ജീവിതം പാഴായി തകർന്ന് വീണുകൊണ്ടിരിക്കുന്ന മനുഷ്യ മക്കളുടെ നടുവിലേക്ക് ബലിപീഠം വലിച്ചിറക്കിയിട്ട് ബലിയർപ്പിക്കുന്ന പുതിയൊരു പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് 21-ാം നൂറ്റാണ്ട് തുടക്കം കുറിക്കണമെന്ന് ആദ്യമായിട്ട് കിട്ടിയ ഒരു ഉൾക്കാഴ്ച പോലെ തോന്നി. സത്യമല്ലേ? കാൽവരിക്ക് പുതിയൊരു മാനം, കാൽവരിക്ക് പുതിയൊരു മുഖം. ക്രിസ്തുവിൻ്റെ കുരിശുമരണം തടവറയിൽ കഴിയുന്ന മക്കളോടൊപ്പം നടത്തിയപ്പോൾ കിട്ടിയ ഒരു ഉൾക്കാഴ്ച പുതിയൊരു അനുഭവമായിട്ട് തോന്നി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമറിയാക്കാരൻ്റെ ഉപമയിലൂടെ
നമ്മളും പഠിക്കേണ്ട പാഠം ഇറങ്ങണം. പാവങ്ങളോട് കരുണ കാണിച്ച് കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കാനുള്ള ആഹ്വാനമാണല്ലോ മാർപ്പാപ്പ ഈ തൊട്ടടുത്ത ദിവസം ലോകത്തിന് നൽകിയത്. അങ്ങനെയെങ്കിൽ ഒരു കുഷ്ഠരോഗിയുടെ അടുക്കലേക്കാണ് ഫ്രാൻസിസ് അസീസി കടന്നു ചെന്ന് മാറോട് ചേർത്ത കുഷ്ഠരോഗിയുടെ വ്രണത്തിലേക്ക് തന്റെ മുഖം അമർത്തിപ്പിടിച്ചെങ്കിൽ സഭ ആ ചൈതന്യത്തിലേക്ക് മടങ്ങി വരാനുള്ള വിളിയാണ് മാർപ്പാപ്പയുടെ കൊച്ചു കൊച്ചു സന്ദേശങ്ങളിലൂടെ ഇന്ന് ലോകം കാതോർക്കുന്നത്. അതുകൊണ്ടൊരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സംജാതമാകുവാൻ വേണ്ടി ജീവിതം മുഴുവൻ ബലിയായി കൊടുത്ത ക്രിസ്തുവിൻ്റെ ബലിയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയാണ് സമറിയാക്കാരൻ്റെ ഉപമയിലൂടെ നമ്മൾ കാണുക. ഇവിടെയും ഒരു മടങ്ങി വരവുണ്ട്. മുറിവേൽപ്പിച്ചിട്ട് പോയ കുറ്റവാളി തിരിച്ചു വരണം. ആ പുരോഹിതൻ മടങ്ങി വരണം. ലേവായനും തിരിച്ചു വരണം. അപ്പോഴാണ് മുറിവേറ്റ തകർന്ന മനുഷ്യനെ താങ്ങാൻ ഒരു സമൂഹം ചുറ്റുപാട് രൂപപ്പെടുക. ഇറച്ചി ആൽബിൻ എന്ന് അറിയപ്പെടുന്ന ആലപ്പുഴയിലെ ആൽബിൻ 168 മാനസിക രോഗികൾക്ക് ഇന്ന് പുന്നപ്ര വയലാറിലെ ചോരമണക്കുന്ന മണലിന്റെ തൊട്ടടുത്തൊരു കൂടാരമടിച്ച് ക്രിസ്തുവിന്റെ കുരിശിന്റെ തണലിൽ കഞ്ഞി കൊടുക്കുമ്പോൾ മുറിവേൽപ്പിച്ചവന് അവന്റെ അനുവാദത്തോടു കൂടി ഞാൻ പേര് പറയുകയാണ്. 3 പേരുടെ ജീവൻ ഉത്തരവാദിയാ. പക്ഷേ കുരിശിന്റെ തണലിൽ 162 മാനസിക രോഗികളായ മക്കൾക്ക് അവൻ കഞ്ഞി കൊടുക്കുമ്പോൾ ഓർക്കാം, നല്ല സമറിയാക്കാരന്റെ ഉപമയിൽ മുറിവേൽപ്പിച്ചിട്ട് കാട്ടിലൊളിച്ച ആ കുറ്റവാളി മടങ്ങി വരണം. കുറ്റവാളി തിരിച്ചു വരണം. തിരിച്ചു വന്നിട്ട് മുറിവേറ്റവനെ താങ്ങണം. പുരോഹിതൻ തിരിച്ചു വരണം. ലേവായനും തിരിച്ചു വരണം. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഇന്നത്തെ ശുശ്രൂഷകൾക്ക്, ഇന്നത്തെ സഭാ ശുശ്രൂഷകൾക്ക് പുതിയൊരു മാനവും പുതിയൊരു രൂപവും വരും. ഫ്രാൻസിസ് അസീസിക്ക് കിട്ടിയ പ്രചോദനം എൻ്റെ പള്ളി പണിയുക. തിരുസഭയാകുന്ന പള്ളി പണിയാൻ ആ കാലഘട്ടത്തിലൊരു ഫ്രാൻസിസ് അസീസിയെ കർത്താവ് നിയോഗിച്ചെങ്കിൽ ഇന്നും ക്രിസ്തു വിഭാവനം ചെയ്യുന്ന പള്ളിയുടെ പണി ഒന്നുമായിട്ടില്ല, പൂർത്തീകരിക്കപ്പെടാൻ കിടക്കുന്നേ ഉള്ളൂ. നമുക്കൊരുമിച്ച് ഈ പുത്തൻ പള്ളിപ്പണിക്ക് പുതിയ മാർപ്പാപ്പയുടെ ഹൃദയത്തിൻ്റെ ഇടിപ്പോട് ചേർത്ത് വലിയ ഇടയനായ ക്രിസ്തുവിൻ്റെ ഒഴുക്കിയ ചൂടുള്ള ചോരയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും അവൻ്റെ പള്ളി പണിയാം. ആ പള്ളി പണിയിൽ നമുക്കും ഭാഗവാക്കാകാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങേ പ്രിയസുതൻ മണ്ണിലെ മനുഷ്യ രൂപം എടുത്ത് മനുഷ്യനായി മരണമുള്ള ഞങ്ങളെ മരണത്തിൽ നിന്നും നിത്യതയിലേക്ക് കൈപിടിച്ചുയർത്താൻ അവിടുന്ന് എമ്മാനുവേലായി. നല്ല സമറിയാക്കാരൻ്റെ ഉപമയിലൂടെ ഞങ്ങളുടെ വിളിയുടെ ആഴം, ബലിയുടെ തനിമുഖം, തനി രൂപമെന്തെന്ന് അവിടുന്ന് വെളിപ്പെടുത്തി. ആ ബലിയോട് ചേർന്ന് നല്ല സമറിയാക്കാരൻ്റെ ആ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയൊരു ശുശ്രൂഷ ശൈലിയിലേക്ക് തിരിയാൻ, അവിടുത്തെ പള്ളിയുടെ പണി പൂർത്തിയാക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ശക്തിയും ബലവും ഉള്ളവരാക്കണമേ. നിന്റെ അഭിഷേകത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.